ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത നമസ്കാരം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 9. അപ്യായാസകരാണി കർമ്മപടലാൻ ആചര്യനിര്യന്മലാ ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാ മായാന്തി കിം താവതാം ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭീം സിദ്ധ്യന്തി ജന്മാന്തരൈ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാ മായാന്തി കിം താവത ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യ അന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഹി. ഇനി നമുക്ക് അർത്ഥം നോക്കാം. അത്യായാസകരാണി കഷ്ടപ്പെട്ട്, അതായത് ക്ലേശിച്ച്, കർമ്മ പടലാനി കർമ്മങ്ങൾ, ആചരിച്ചിട്ട്, നിര്യന്മല മനസ്സിൻ്റെ മാലിന്യം മാറ്റിയിട്ട്, അതായത് മനസ്സ് പരിശുദ്ധമാക്കിയിട്ട്, ബോധേ ബോധത്തിൽ, അതായത് ഇവിടെ ബോധത്തിലെന്ന് പറയുന്നത് ജ്ഞാനയോഗത്തിൽ, ഭക്തിപഥേ അഥവാ ജ്ഞാനമാർഗത്തിലെ അതോ ഭക്തിമാർഗത്തിലോ, അഭി ഉചിതതാം ആയാന്തി യോജിച്ച നിലയെ, അതായത് ഭക്തിമാർഗമാണോ ജ്ഞാനമാർഗമാണോ യോജിച്ചത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അതിനെ ആയാന്തി അതിനെ പ്രാപിക്കുന്നു. കിം താവത അതിലെന്താണ് പ്രയോജനം? ക്ലിഷ്ട്വ ക്ലേശം കഷ്ടത, തർക്കപഥേ വേദാന്തങ്ങളിൽ കാണുന്ന തർക്കശാസ്ത്രം, പരം തപ വപുഹു ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം പഠിച്ചിട്ട്, ബ്രഹ്മാഖ്യ അന്യേ മറ്റു ചിലർ ബ്രഹ്മത്തെ അറിയുന്നതിനായി, ചിത്താർദ്രത്വം ഹൃദേ മനസ്സിനെ ആർദ്രമാക്കുന്ന അനുഭവം കിട്ടാതിരിക്കുന്നത് കൊണ്ട്, വിചിന്യ ചിന്തിച്ചിട്ട്, ബഹുഭി ജന്മാന്തരൈഹി അനേകം ജന്മാന്തരങ്ങളാൽ, സിദ്ധ്യന്തി സിദ്ധിയെ പ്രാപിക്കുന്നു. ഇനി 9 ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അല്ലയോ ഭഗവാനെ, വളരെ കഷ്ടപ്പെട്ട് നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ കർമ്മയോഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതായത് നിഷ്കാമകർമ്മമെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നു, നമ്മൾ എല്ലാവരും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഈ കർമ്മം പ്രതിഫലം ഇച്ഛിക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് സാലറി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായിരുന്നാലും തിരിച്ചും അവരെനിക്കത് തരും എന്നുള്ള ചിന്തയില്ലാതെ നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കി വെച്ച് കർമ്മം ചെയ്താൽ മാത്രമേ അത് നിഷ്കാമ കർമ്മത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗമായി മാറുന്നത്. യോഗമെന്ന് പറഞ്ഞാൽ സംഗമം. എന്നാൽ മറ്റു ചിലരാകട്ടെ ജ്ഞാനയോഗത്തിലൂടെ വേദാന്ത ശാസ്ത്രങ്ങളും അതിലുള്ള തർക്കശാസ്ത്രങ്ങളും, അതായത് വേദാന്തത്തിൽ വരുന്ന മറ്റൊരു ശാഖയാണ് തർക്കശാസ്ത്രം. ഈ തർക്കശാസ്ത്രത്തിൽ ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ എഴുതിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതാണോ അതിൻ്റെ ഉത്തരം, അങ്ങനെ തർക്കശാസ്ത്രങ്ങൾ ഗ്രഹിച്ച് മനസ്സിനെ ആർദ്രതയിൽ നിന്ന് മാറ്റി, അതായത് മനസ്സിൻ്റെ ആർദ്രത നഷ്ടപ്പെട്ട് വേദശാസ്ത്രങ്ങളിൽ കിടന്ന് കറങ്ങുകയാണവർ. ഇങ്ങനെ
കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും നിന്ന് മുക്തി ലഭിക്കാൻ വളരെ കഷ്ടപ്പാടാണ് ഇങ്ങനെയുള്ളവർ അനുഭവിക്കുന്നത്. അങ്ങനെ ജ്ഞാനമാർഗത്തിലൂടെയും കർമ്മമാർഗത്തിലൂടെയും യഥാർത്ഥ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാലാണ് കർമ്മയോഗം എന്നതിനെ പറയുന്നതും ജ്ഞാനയോഗം എന്ന് പറയുന്നതും. ഇങ്ങനെ കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും എത്തപ്പെടാൻ വളരെയധികം കഷ്ടപ്പാടാണ് സഹിക്കേണ്ടി വരുന്നത്. അത് ചിലപ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുവാൻ, അതായത് ഈ യോഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് പല ജന്മങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് ഫലമാണ് ലഭിക്കുന്നത്, ഇങ്ങനെ എത്രയെത്ര ജന്മങ്ങൾ കഴിഞ്ഞാണത് ലഭിക്കുന്നത് എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഭക്തി മനസ്സിൽ ഉറച്ചാൽ വളരെ മധുരവും ആനന്ദകരവുമായി തീരും നമ്മുടെ ജീവിതം. അത് ഭഗവത് ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഭക്തിമാർഗം ജ്ഞാന കർമ്മമാർഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് എടുത്തു പറയുകയാണ് ഭട്ടതിരിപ്പാട്. ഇവിടെ ഭക്തിയിലൂടെ മുക്തി ലഭിക്കുന്നത് വളരെ ആനന്ദകരവും സുന്ദരവുമാണ്. കാരണം ഒരു ഭക്തനും മുക്തിക്കായി ഭക്തിമാർഗത്തിൽ ശ്രമിക്കുന്നില്ല. ഭഗവാന്റെ സഗുണഭാവത്തെ പൂജിച്ച് നിർഗുണഭാവത്തിൽ ഭക്തനറിയാതെ ആനന്ദത്താൽ ആ നിർഗുണ ബ്രഹ്മത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഭഗവാനോട് അഭ്യർത്ഥിക്കാതെ തന്നെ ഭക്തിയോഗത്തിൽ ഭഗവാൻ നമുക്ക് മുക്തിയും നൽകുന്നു. ഭഗവാന്റെ കഥകൾ കേട്ട്, കഥകൾ പറഞ്ഞ്, ഭജനകൾ പാടിയും കീർത്തനങ്ങൾ ചൊല്ലിയും നമ്മൾ ഭഗവാനെ ഭക്തിയുടെ മാർഗത്തിലൂടെ ഭഗവാനെ ഭജിക്കുക. ബ്രഹ്മത്തെ, ആ പരബ്രഹ്മത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ നിഷ്പ്രയാസം തന്നെ ഭഗവാന്റെ ഭക്തി നേടുകയാണെങ്കിൽ മുക്തിയും നമുക്ക് താനേ വന്നു ചേരും. ശ്ലോകം 10 വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീ അക്ലേശതസ്തന്വതീം സദ്യസിദ്ധികരീ ജയത്തൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ത്വത് ഭക്തി തു കഥാരസ അമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവി അക്ലേശത തന്വതി സവ്യസിദ്ധികരീ ജയതി അയി വിഭോ സൈവ ത്വത്പ്രേമപ്രൗഢി രസാത്മക ദ്രുതതരം. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ത്വത് ഭക്തി തു അങ്ങയിലുള്ള ഭക്തിയാകട്ടെ കഥാരസ അമൃതചരി കഥാരസമാകുന്ന അമൃതത്തിൻ്റെ പ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നു. സ്വയം സിദ്ധ്യന്തി താനേ വന്നു ചേരുന്നതും വിമല പ്രബോധ പദവി ശുദ്ധ ബ്രഹ്മമാകുന്ന ജ്ഞാനം അക്ലേശത തന്വതി ഒട്ടും പ്രയാസപ്പെടാതെ തുറക്കപ്പെടുന്നു. എന്താണ് തുറക്കപ്പെടുന്നതെന്നാൽ ഭക്തിയാണ്. സത്യസിദ്ധികരി ഉടൻ തന്നെ സിദ്ധിയെ നൽകുന്നതാണ്. ജയതി അയി ജയിക്കുന്നു. വിഭോ അല്ലയോ ഭഗവാനെ. ത്വത് പ്രേമ പ്രൗഢിരസാത്മക അങ്ങയുടെ പാദങ്ങളിൽ പ്രേമരസമായ ഭക്തി എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനെ എന്നിൽ വളർത്തണേ. ഇനി നമുക്ക് 10ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയിലുള്ള ഭക്തിയാകട്ടെ അങ്ങയുടെ അത്ഭുത കഥകൾ കേട്ട് ആ അമൃതപ്രവാഹത്തിൽ ഞങ്ങൾ ഒഴുകിപ്പോകുന്നതായി മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സ് നിർമ്മലമായാൽ മാത്രമേ നമ്മിൽ പരിശുദ്ധ ബോധം തെളിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭക്തി നമ്മളിൽ ഉണ്ടായാൽ ഒട്ടും ക്ലേശം കൂടാതെ തന്നെ നമുക്ക് നിർഗുണ ബ്രഹ്മത്തെ ലഭിക്കും. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ,
അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അടിയന് എത്രയും പെട്ടെന്ന് പ്രേമാത്മക ഭക്തി വളർത്തണേ ഭഗവാനെ ഗുരുവായൂരപ്പ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ മനസ്സ് ശുദ്ധമാവുകയും ആ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളുകയും അതുവഴി മമതാബന്ധം മാറി ഭക്തിയിൽ നാം മുഴുകുകയും അങ്ങനെ ബ്രഹ്മത്തെ അറിയുകയും അതുവഴി നമുക്ക് മുക്തി ലഭിക്കും. അതുകൊണ്ട് ഭഗവാനെ അങ്ങയിൽ ഉറച്ച ഭക്തി എത്രയും പെട്ടെന്ന് എന്നിൽ ഉണ്ടാകണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി സാക്ഷാൽ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കാം. ഭഗവത് ഭക്തി തരാനായി നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഇനി 9ഉം 10ഉം ശ്ലോകങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. അത്യായാസകരാണി കർമ്മപടലാൻ ആചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാ മായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപോ ബ്രഹ്മാഖ്യമന്യേ പുനഃചിത്താദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭീ സിദ്ധ്യന്തി ജന്മാന്തരേ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീ അക്ലേശതസ്ത്വന്വതീം സദ്യസിദ്ധികരീ ജയത്തയി വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നന്നായി വായിച്ച് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിപൂർവം അത് വായിച്ച് അർത്ഥം ഉൾക്കൊണ്ട് വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തിയോടെ വായിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.